കമാൻഡോ പെറ്റ് ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൃത്തി, അതാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നൊരു കാര്യം. അത് പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മളുമായിട്ട് നന്നായിട്ട് ഇണങ്ങി നമ്മുടെ കൂട്ടത്തിൽ ഒന്നിച്ച് പെരയ്ക്കകത്തും നമ്മുടെ ബെഡേലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഏത് സമയവും ഉള്ള ഒരു ആൾക്കാരാണ് നമ്മുടെ പപ്പീസ് അല്ല ഡോഗ്സ് കൂടുതലും. അതുപോലെ തന്നെ അവരുടെ ബോഡിയിലാണെങ്കിലും കറക്റ്റായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് ഇല്ലാത്ത ഒരു പപ്പീസോ ഡോഗ്സോ ആണെങ്കിൽ അവർ കൂട്ടി തന്നെ അപ്പിയിടുകയോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ അതിന് മേളിൽ കയറി കിടക്കുകയോ ദേഹത്ത് പറ്റി പിടിക്കുകയോ പിന്നെ അത് വന്ന് നമ്മളുമായിട്ട് ടച്ചപ്പ് ആവുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ടോയ്ലറ്റ് ട്രെയിനിങ്. വളരെ ചെറുപ്പത്തിലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ മുതിർന്ന് വരുന്ന വേറെ രീതിയിലോട്ട് കൂട്ടിലൊക്കെ അപ്പിയിട്ട് വളരുന്ന ഒരു ഡോഗ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വളരെ പ്രയാസമാണ്, റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യണം. അത് രണ്ട് രീതിയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്തു വരുന്നത്. ഒന്ന്, നമ്മൾ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാറ്റും വീടുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ അപ്പിടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് കുഞ്ഞി പ്രായത്തിൽ തന്നെയാണ് എടുത്തുകൊണ്ട് പോകേണ്ട പ്രായമാണ് ആ രീതി, അതല്ലെങ്കിൽ വിളിച്ചാൽ വരുന്ന പ്രായമാണ് ആ രീതിയിൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പം ഏത് രീതിയാണോ ആ രീതിയിൽ നമ്മൾ ഫുഡ് കൊടുത്തു കഴിയുമ്പോഴേ ഒരു 10 മിനിറ്റത്തേന് നമ്മൾ എവിടെ അപ്പിടാൻ ഉദ്ദേശിക്കുന്നു ആ സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്ത് നിർത്തുക. അല്ലെങ്കിൽ നമ്മളുമായിട്ട് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പിയിടും. അത് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് കൂട്ടിലോട്ട് കൊണ്ടുവരിക. അതുപോലെ കൂടിനുള്ളിൽ നിന്ന് പുറത്തിറക്കുവാണല്ലോ നമ്മൾ ആദ്യം അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി നോക്കുക. ആദ്യത്തെ ഒരു 3-4 ദിവസം അല്ല അങ്ങേയറ്റം ഒരു 10 ദിവസം വരെ. സാധാരണയായി ഇതുപോലെ ഒരു 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അന്നേരം പുറത്തിറങ്ങി നമ്മൾ കൊണ്ടുപോയി പഠിപ്പിച്ച സ്ഥലത്ത് ഓടിപ്പോയി അപ്പിയിടും, മൂത്രമൊഴിക്കും, തിരിച്ച് വരും. പിന്നെ അതിലേക്ക് ഓടി നടക്കുന്ന രീതിയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഏത് സമയത്താണെങ്കിലും ഫുഡ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കൊണ്ടുപോവുക, 10 മിനിറ്റ് നിർത്തുക, വരിക. ഭാവിയിൽ അവരങ്ങനെ തുടർന്ന് പോയിക്കൊള്ളൂ. പിന്നെ ഏതെങ്കിലും രീതിയിൽ അബദ്ധവശാൽ ഈ ഒരു ട്രെയിനിങ്ങിന് ഇടയ്ക്ക് കൂട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പെരയ്ക്കകത്തോ എവിടെയെങ്കിലും ഇവർ അപ്പിയിടുവാണെങ്കിൽ അന്നേരം അത് ഫുള്ള് ക്ലീൻ ചെയ്യുക. എന്നിട്ട് വല്ല പെർഫ്യൂമോ സ്പ്രേ അടിച്ച് അതിൻ്റെ മണം പോലും അവിടെ ഇല്ലാത്ത രീതി ആക്കുക. കാരണം ഇവർക്ക് കൂടിനുള്ളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വീണ്ടും ഇതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെൻഡൻസി ഉണ്ടായി അവരവിടെ വട്ടം കറങ്ങി നിന്ന് വീണ്ടും അവിടെ അപ്പിയോ മൂത്രം ഒഴിക്കാനോ ഉള്ള ഒരു ശ്രമം തുടരും. അതിനകത്ത് നമ്മൾ എടുത്ത് കൊണ്ടുപോയി കളയുന്നതിലൊരു ഭാഗം ഈ പറഞ്ഞ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോയി അപ്പിടിക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഇട്ടാൽ മതി. ഫ്ലാറ്റിലുള്ളവർക്ക് അതുപോലെ ഫ്ലാറ്റിലുള്ളവർക്ക് പപ്പിയെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കും ചെയ്യാവുന്ന ഏറ്റവും നല്ല ട്രെയിനിങ് രീതി എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ട്രെയിനിങ് രീതി എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ പപ്പിയെ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഗേജിൽ ഉള്ളിലായിരിക്കുമല്ലോ സാധാരണ ഇടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ കൂടിനുള്ളിൽ ഫുള്ളായിട്ട് പേപ്പർ കീറിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ അപ്പിയിടും. ഇപ്പോൾ ഫുള്ള് പേപ്പർ ആയതുകൊണ്ട് പുള്ളിക്ക് കൂട്ടിൽ തന്നെ ആയതുകൊണ്ടും അതൊരു ശീലം പോലെ ആകും 2-3 ദിവസം കൊണ്ട്. പിന്നെ അത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് പേപ്പറിൻ്റെ അളവ് കുറയ്ക്കുക. പേപ്പറിൻ്റെ അളവ് കുറച്ച് അവസാനം ഒരു ഷീറ്റ് പേപ്പറൊക്കെ ആക്കുകയാണെങ്കിൽ ഇവർ ആ കറക്റ്റ് കുറയ്ക്കുന്നതനുസരിച്ച് ഇവർ പേപ്പറിൽ മാത്രമേ അപ്പിയിടുകയുള്ളൂ. അവസാനം നമുക്ക് ആ പേപ്പർ എടുത്ത് കറക്റ്റായിട്ട് ആ പേപ്പറിന് കുഞ്ഞ് പേപ്പർ ഇട്ടാൽ അതിൽ അപ്പിയിടുന്ന ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ നമുക്ക് എടുത്തത് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാത്റൂമിൽ ക്ലോസറ്റിലൊക്കെ ഇട്ട് ഫ്ലഷ് ചെയ്ത് വിടാം. ഫുഡ് കൊടുത്ത് കഴിയുമ്പോഴാണ് പ്രധാനമായും ഇവർ ഈ ഒരു ടെൻഡൻസി കാണിക്കുന്നതും നമ്മൾ ഈ ട്രെയിനിങ്ങൊക്കെ ചെയ്ത് പഠിപ്പിക്കാനുള്ള സമയവും. ഇപ്പം പപ്പി ആയിരിക്കുമ്പം കൂടിനുള്ളിൽ നമ്മൾ പേപ്പർ ഇട്ട് കൊടുക്കുന്നു. അത് മുന്നോട്ട് വരുന്നതനുസരിച്ച് ഈ ഗേജിനൊക്കെ ഉള്ളത് ആവറേജ് 2.5 അടി 3 അടിയൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിലോ വലുതോ ഉള്ള ട്രേകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ട്രേ ഒരു പുറത്ത് വെച്ചിട്ട് അതിൽ പേപ്പർ വിരിച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ ആ പേപ്പർ അപ്പം നമുക്ക് എടുത്ത് കളയാനോ കാര്യങ്ങളൊക്കെ ചെയ്യാനോ എളുപ്പമുണ്ടായിരിക്കും. ട്രേയോട് കൂടി തന്നെ എടുത്ത് ഡിസ്പോസ് ചെയ്യാം. ഇനി ഇത് രണ്ടും അല്ലാതെ ഒരു സെമി അഡൾട്ട് പരുവത്തിൽ നമുക്ക് പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഡോഗ്സിനെ കിട്ടാറുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ കൃത്യമായിട്ട് പുറത്ത് പോകുന്ന പരിപാടിയൊന്നും കാണിയല്ല. ചിലപ്പോൾ ഗേജിനുള്ളിലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നിടത്തായിരിക്കും. അപ്പം അതിന് നമ്മളെ സംബന്ധിച്ച് വളരെ റിസ്ക്കാണ്, ഭയങ്കര പാടാണ് ഇവരെ പഠിപ്പിച്ചെടുക്കാൻ. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇവരെ ചെയ്യുന്നത് പുറത്ത് ഫുഡ് കൊടുക്കുക, നമ്മൾ പറയുന്ന പോലെ തന്നെ പുറത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂറൊക്കെ നമ്മൾ ഇടേണ്ടി വരും. അതൊരു 10 ദിവസം ഇട്ടാൽ ചിലപ്പം കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന് പറഞ്ഞ പോലെ ചില ഡോഗ്സ് ശരിയാകാറുണ്ട്. ചില ഡോഗ്സ് അവിടെ നിന്ന് അഴിച്ച് നമ്മൾ
കൂട്ടിലോട്ട് കയറ്റി അങ്ങ് ഇട്ട് കഴിയുമ്പം ഇത്ര നേരം അവിടെ നിന്നിട്ട് കൂട്ടിലോട്ട് കയറ്റുമ്പോൾ അവിടെ തട്ടും. അപ്പോൾ അങ്ങനെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളിവരെ പുറത്ത് കൊണ്ടുപോയി നിർത്തുക 1 മണിക്കൂറൊക്കെ. 1 മണിക്കൂറൊക്കെ നിർത്തിയിട്ടും ഇവർ അപ്പി ഇടുന്നില്ല, ഇതൊന്നും ശ്രദ്ധിക്കാതെ കളിക്കുകയോ ഓട്ടോ ചാട്ടോ ഒക്കെ ആയിട്ട് നിൽക്കുകയെന്ന് വെച്ചോ, ലോക്ക് ചെയ്ത് മാക്സിമം ഒരു ഷോർട്ടായ രീതിയിൽ ലോക്ക് ചെയ്തിടുക. അങ്ങനെ ഒരു സാഹചര്യം വരുന്നതെങ്കിൽ നമ്മൾ ചെവിയിലിടുന്ന ബഡ്സ് വളരെ സോഫ്റ്റായതാണ്, അത് ചെറുതായിട്ട് നമ്മുടെ ഡോഗ്സിൻ്റെ ബാക്കിൽ അപ്പോൾ ഇടുന്ന ഭാഗത്ത് അതൊക്കെ ഒന്ന് ശകലം ഉള്ളിലോട്ട് കയറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു സംഭവം അവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു ഇറിറ്റേഷനും അല്ലെങ്കിൽ ഇതൊന്ന് എങ്ങനെയൊന്ന് കളയാനുള്ള ഒരു രീതിയുമായിട്ട് പുള്ളി മാക്സിമം പുഷ് ചെയ്ത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവിടെ അപ്പിയിടും. പൊതുവേ കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പം ഒരു 3-4 ദിവസം ഇങ്ങനെ ചെയ്ത് കഴിയുക. ചിലപ്പോൾ ആ ദിവസം ഇങ്ങനെ ചെയ്ത് അപ്പിയിട്ട് നമ്മൾ വിജയിച്ചെന്ന് ഓർക്കും, തിരിച്ച് നമ്മൾ കൂട്ടിലോട്ട് കയറ്റി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പുള്ളി കൂട്ടിലെത്തിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ വീണ്ടും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുക. കൂട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് അത് ക്ലീൻ ആക്കുക. ഈ പറഞ്ഞ പോലെ മൊത്തം പെർഫ്യൂം അടിച്ച് അല്ലെങ്കിൽ സ്പ്രേ ലോഷൻ ഒഴിച്ച് ക്ലീൻ ചെയ്തിടുക. പിന്നെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് സാധാരണയായിട്ട് ഇവർ ഈ രീതിയിൽ ഇണങ്ങി പുറത്ത് തന്നെ അപ്പിയിടുന്ന രീതിയിലായിട്ട് കണ്ടുവരാറുണ്ട്. എന്നാൽ എല്ലാ ഡോഗ്സും അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ഡോഗ്സിന് സാധാരണയായിട്ട് വയറ്റിൽ നിന്ന് പെട്ടെന്ന് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ കൊടുക്കണം. അതിൽ നമുക്ക് മത്തങ്ങായ, തൈര് ഇതൊക്കെ ആഡ് ചെയ്ത് ആ ഒരു ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കാം. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ വയറ്റിൽ നിന്ന് പോകാൻ എളുപ്പമുണ്ട്. അതുപോലെ വലിയ ഡോഗ്സിന് പ്രധാനമായിട്ടും ഫുഡ് കൊടുക്കുന്ന ടൈം ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവർ അപ്പിയിടുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ആ ഉച്ചയ്ക്കത്തെ ഒഴിവാക്കണം. അപ്പോൾ ഒഴിവാക്കുമ്പോൾ ഫുഡ് കൊടുത്താലല്ലേ അപ്പിയിടുള്ളൂ. അപ്പോൾ അത് രാവിലെയും വൈകുന്നേരം ആക്കി അത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഭാവിയിൽ ഇവർക്ക് ആ ഒരു സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ പോലും ആ സമയം ഇവർ അപ്പിയിടാനുള്ള ടെൻഡൻസി ഇവർ കാണിക്കണം. അപ്പോൾ അത് വലിയ ഡോഗിനും ചെറിയ ഡോഗിനും ചെയ്യാവുന്ന കാര്യമാണ്, ടൈം അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു വീട്ടിലിപ്പം എല്ലാവർക്കും നമ്മുടെ ഡോഗ്സിനെ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ഒരു പുതിയ പപ്പിയെ വാങ്ങിക്കുവാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങാണ്. അപ്പം കുഞ്ഞിലെ നമ്മൾ കൊണ്ടുവരുമ്പോഴേ ഫുഡ് കൊടുക്കുക, അതിനുശേഷം ഞാനീ പറഞ്ഞ പോലെ പുറത്ത് കൊണ്ടുപോകുക, അപ്പിയിട്ട് പഠിപ്പിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടും അതിൻ്റെ പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായിട്ട് അതിന് ക്ലീനായിട്ട് കിടക്കും. അപ്പം വീട്ടിൽ ഇഷ്ടമില്ലാത്തവർക്കും കൂടി കുഴപ്പമില്ല, ശല്യമില്ല എന്നൊരു തോന്നൽ വരും. അതേസമയത്ത് ഇത് ഭയങ്കര മോശമായിട്ട് ഭയങ്കര സ്മെല്ലുമായി കിടക്കാൻ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പറഞ്ഞ് അത് മൊത്തം അളിച്ച് നാശകോശമാക്കും. അപ്പം ആ ഒരു സാഹചര്യം വന്ന് ഇഷ്ടമുള്ളവർക്കും കൂടെ വെറുപ്പ് വരാതെ, പ്രത്യേകിച്ച് മഴക്കാലമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്, ഭയങ്കരമായിട്ട് സ്മെല്ലോ പ്രശ്നങ്ങളെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ രീതികൾ, ഇപ്പം 3 രീതികൾ പറഞ്ഞു. നമ്മൾ ഫ്ലാറ്റിലുള്ള രീതിയും അതല്ലാതെ പപ്പീനെ നമ്മൾ വാങ്ങിച്ച് നാട്ടിൻപുറത്തുള്ള വീടുകളിലാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളും പറഞ്ഞു. ഇനിയിപ്പോൾ വലിയൊരു പപ്പിയെ വാങ്ങിക്കുകയാണെങ്കിലും അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഏതെങ്കിലും രീതി ഉപയോഗിച്ച് നമ്മുടെ പപ്പിയെ വീട്ടിലൊരു അംഗമായിട്ട് കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.